Hi all, welcome to Tech Malayalam. 2019 സ്മാർട്ട് ഫോൺ രംഗത്ത് വരാൻ പോകുന്ന കുറച്ച് അടിപൊളി ട്രെൻഡുകളെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം സ്മാർട്ട് ഫോൺ ഡിസൈനിലും ടെക്നോളജിയിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് ആണ് നമ്മൾ കണ്ടത്. അതായത് ബെസൽലെസ് ഡിസ്പ്ലേ, നോച്ച് ഡിസ്പ്ലേ, പോപ്പ് സെൽഫി ക്യാമറ, സ്ലൈഡിംഗ് ക്യാമറ, ക്വാഡ് ക്യാമറ, അതായത് 4 ക്യാമറ, പിന്നീടുള്ളത് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്. ഇങ്ങനെ മൊബൈൽ രംഗത്ത് വളരെ നല്ല ഇന്നോവേഷൻസ് നമുക്ക് കഴിഞ്ഞ വർഷം കാണാൻ സാധിച്ചു. ഈ വർഷം ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു കാര്യമാണ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ. ഒരുപാട് കാലമായി ഇങ്ങനെ ഒരു ഫോൺ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഈ ഒരു ഫോൺ ആദ്യമായിട്ട് അനൗൺസ് ചെയ്തത് സാംസങ് ആണ്. ബട്ട് ഈ സാംസങ്ങിൻ്റെ ഈ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം മറ്റു പല കമ്പനികളും ഈ ഒരു ഫോണിൻ്റെ പുറകെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസുകൾ വരാൻ തുടങ്ങിയിരുന്നു. LG, മോട്ടറോള, ആപ്പിൾ, ഹുവാവേ ഈ ബ്രാൻഡുകളും ഈ ഒരു ഫോണിൻ്റെ പുറകെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ സാംസങ്ങിനെ വെട്ടിച്ചുകൊണ്ടാണ് റോയോളിൻ്റെ ഫ്ലെക്സ് ഫൈവ് എന്ന് പറഞ്ഞൊരു ഫോൺ അവരിറക്കിയത്. ഈ ഒരു ഫോണാണ് ഫസ്റ്റ് ലോഞ്ച് ചെയ്ത ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ. ഇതിനുശേഷം സാംസങ് 2019 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനൊരു ഫോൾഡബിൾ ഫോൺ ഇറക്കും എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു ഫോണിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാവാനാണ് സാധ്യത. കൺസ്യൂമർ ലെവലിൽ എത്രത്തോളം ആളുകൾ ഇത് ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു ഫോൺ എത്ര ഹിറ്റ് ആവും എന്നുള്ളത് നമുക്ക് ആദ്യമേ പറയാൻ പറ്റില്ല. സോ എന്നാലും ഈ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഫോൾഡബിൾ സ്മാർട്ട് ഫോണിൻ്റെ. അടുത്തതായി ട്രെൻഡിങ് ആവാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് 5G സ്മാർട്ട് ഫോൺ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4G ആണ്. അതിൽ തന്നെ നമുക്ക് വളരെ സ്പീഡിലൊരു നെറ്റ്വർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നതാണ് 5G. ഈ വർഷം ഇറങ്ങാൻ പോകുന്ന അധിക ഫോൺസിലും ഇനി 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 5G സ്മാർട്ട് ഫോൺ ഇറങ്ങുമെങ്കിലും നമുക്ക് ആ 5G യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കും കൂടെ 5Gയിലേക്ക് മാറണം. സോ അങ്ങനെ മാറാൻ വേണ്ടിയിട്ട് ഒരു 2020-21 ഒക്കെ ആവുമെന്നാണ് കേൾക്കുന്നത്. അടുത്തതായിട്ട് വരാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് നോച്ച് ഡിസ്പ്ലേയിൽ വരുന്ന മാറ്റങ്ങൾ. കഴിഞ്ഞ വർഷം വന്ന ഡിസൈൻ ആയിരുന്നു നോച്ച് ഡിസൈൻ. ഒരുപാട് ഫോൺസിൽ നോച്ച് ഡിസ്പ്ലേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2018 ലാസ്റ്റ് ആയപ്പോഴേക്കും നോച്ച് ഡിസ്പ്ലേയിൽ കുറേ ചേഞ്ചസ് കണ്ടു തുടങ്ങിയിരുന്നു. വലിയ സൈസ് നോച്ച് മാറ്റിയിട്ട് ഫ്രണ്ട് ക്യാമറ മാത്രം ഉൾക്കൊള്ളാവുന്ന ഒരു വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് പിന്നീട് വരാൻ തുടങ്ങിയത്. ഈ വർഷം വരാൻ പോകുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ നോച്ച് ഡിസ്പ്ലേ ഡിസൈനിലുള്ളതാണ്. അതായത് വളരെ ചെറിയ നോച്ച് ആയിരിക്കും വരാൻ പോകുന്നത്. ഒന്നെങ്കിൽ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ വളരെ ചെറിയ ഫ്രണ്ട് ക്യാമറ മാത്രം ഉൾക്കൊള്ളാവുന്ന വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ഒക്കെ ആയിരിക്കും ഇനിയുള്ള ഫോൺസിൽ ഇറങ്ങാൻ പോകുന്നത്. സാംസങ് ഇപ്പോൾ അവരുടെ ഫോണിൽ ഇൻഫിനിറ്റി യു, അതായത് യു ഷേപ്പിലുള്ള നോച്ചും ഇൻഫിനിറ്റി വി, അതായത് വി ഷേപ്പിലുള്ള നോച്ചുമാണ് കൊണ്ടുവരാൻ പോകുന്നത്. പിന്നീട് ഇൻഫിനിറ്റി O എന്ന് പറഞ്ഞൊരു ഡിസൈനും വരുന്നുണ്ട്. അതായത് ഡിസ്പ്ലേയിൽ പഞ്ച് ഹോൾ പോലെ ഉണ്ടായിരിക്കും. അതിലായിരിക്കും ഈ ഫ്രണ്ട് ക്യാമറ ഉണ്ടായിരിക്കുക. അടുത്തതായിട്ട് ട്രെൻഡ് ആവാൻ പോകുന്ന ഒരു കാര്യമാണ് ക്യാമറയുടെ എണ്ണം കൂടുന്നത്. കോമൺ ആയിട്ട് ഡ്യുവൽ ക്യാമറയാണ് നമ്മൾ കണ്ടുവന്നിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നും കുറച്ച് മാറി ഒരു 3-4 ക്യാമറയുള്ള ഫോൺസ് കാണാൻ സാധിച്ചു. ഇനിയിപ്പോൾ അതിലും കൂടുതൽ ക്യാമറാസ് ഉള്ള ഫോൺസ് ആണ് ഇറങ്ങാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഇറങ്ങാൻ പോകുന്നത് നോക്കിയ 9 ആണ്. ഇതിൽ 5 ക്യാമറ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റൈൽ ഈ വർഷം മുതൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലൈറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് 9 ക്യാമറാസുള്ള ഫോൺ ഇറക്കാൻ പോകുന്നുണ്ട്. കൂടുതൽ ബ്രാൻഡ് ഈ ഒരു ട്രെൻഡിലേക്ക് മാറുന്നത് വരും വർഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്ലൈഡിംഗ് ക്യാമറ ഫോൺസ് ആണ് ഇനി വരാൻ പോകുന്ന ട്രെൻഡ്. കഴിഞ്ഞ വർഷം ഓൾറെഡി ഓപ്പോ, ഹുവാവേ, ഷവോമി ഒക്കെ ഈ ഒരു ട്രെൻഡിലുള്ള ഫോൺസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. വിവോ നെക്സ്റ്റ്, ഒപ്പോ, ഫൈൻഡ് എക്സ് ഇങ്ങനെ 2 ഫോൺസ് ആയിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഫുൾ വ്യൂ ഡിസ്പ്ലേ ഉള്ള ഫോൺസ് ആയിരുന്നു ഇത് 2 എണ്ണവും. ഇതിൽ പോപ്പ് സെൽഫി ക്യാമറയും സ്ലൈഡിംഗ് ടെക്നോളജിയും ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്മാർട്ട് ഫോൺ ഡിസൈനിൽ ഒരു തരംഗം തന്നെയായിരുന്നു ഈ ഒരു സ്ലൈഡിംഗ് ടെക്നോളജി. അതിനുശേഷം ഇറങ്ങിയ 2 ഫോൺസ് ആയിരുന്നു ഹോണർ മാജിക് 2, മീമിക്സ് 3. ഈ 2 ഫോൺസിലും സ്ലൈഡിംഗ് ടെക്നോളജി തന്നെയായിരുന്നു. ബട്ട് മാനുവലി സ്ലൈഡ് ചെയ്യുന്ന ഒരു ടെക്നോളജി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ സ്ലൈഡിംഗ് ടെക്നോളജി ആയിരിക്കുമ്പോൾ നമുക്ക് ഫുൾ സ്ക്രീൻ ഫോൺ കിട്ടും. പ്ലസ് ക്യാമറ ഹിഡൻ ആയിരിക്കും. ആവശ്യമുള്ളപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഈ വർഷം സ്മാർട്ട് ഫോണിൽ ട്രെൻഡിങ് ആവാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.